ഗുജറാത്തിൽ ഒരു ചൊവ്വയുണ്ട് എന്ന് കേൾക്കുന്നു, ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു. ചൊവ്വ ഗ്രഹമാണ്, ചൊവ്വ ദിവസമല്ല. അപ്പൊ അങ്ങനെ ഒരു ചൊവ്വ ഗ്രഹത്തിന്റെ പശ്ചാത്തലം ഗുജറാത്തിൽ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതായത് ചൊവ്വാഗ്രഹം ഗുജറാത്തിൽ കണ്ടെത്തി എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. വളരെ രസകരമായതുകൊണ്ട് എടുത്തു നോക്കൂലോ. അപ്പൊ എടുത്തു നോക്കുമ്പോൾ സത്യത്തിൽ അതല്ല, അതിന്റെ ചില സാന്നിധ്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത് ഒരു സാമ്യതയാണോ? സാമ്യതയല്ല, അതിൽ അവിടെയുള്ള ഒരു കാര്യം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാര്യം ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തയൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഇതെന്താണ് ഇതിന് മാത്രമുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഗുജറാത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചൊവ്വയിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചൊവ്വയിൽ കണ്ടുവരുന്ന ഒരു ധാതു മാത്രമാണ് ഇവിടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ കണ്ടെത്തൽ ചൊവ്വയിലെ ഭൂമിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുകയൊന്നുമല്ല, അത് മാത്രമാണ്, മറിച്ച് ഭൂമിയിലെ ചില പ്രദേശങ്ങളും ചൊവ്വയും തമ്മിൽ സമാനമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടനകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ധാതു കണ്ടെത്തിയതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ലോകമെമ്പാടുമുള്ള ശാസ്ത്രലോകം മുഴുവൻ ഇത് ഉറ്റുനോക്കുകയും വലിയ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ചൊവ്വയുടെ ജലചരിത്രവും ഭൗമശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും ഒക്കെ പഠിക്കുന്നതിന് എർത്ത് ബേസ്ഡ് അനലോഗ് സൈറ്റ് എന്ന നിലയിൽ ഗുജറാത്തിലെ ഈ പ്രദേശം പ്രധാന ഇടമായി മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗുജറാത്തിലെ കച്ചിലുള്ള മാതാ നോംദ് ഗ്രാമത്തിലാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഇസ്രോ ചൊവ്വയിൽ സാധാരണയായി കണ്ടുവരുന്ന ഈ ഒരു ധാതു കണ്ടെത്തിയത്. ജാരോസൈറ്റ് എന്ന് പറയുന്ന അപൂർവ ധാതുവാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കണ്ടെത്തൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഭൂമിക്കും ചൊവ്വയ്ക്കും ഇടയിലുള്ള ഭൗമശാസ്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ പഠിക്കാൻ വിധേയമാക്കാൻ നമുക്ക് കഴിയുന്നതാണ്. ഭൂമിയിൽ വളരെ അപൂർവമായ ധാതുവാണ് ഈ ജാരോസൈറ്റ് എന്ന് പറയുന്നത്. ഇരുമ്പും സൾഫറും ചേരുന്ന ഒരു സംയുക്തമാണ് ഇതെന്നാണ് പറയുന്നത്. നാസയുടെ ചൊവ്വ ദൗത്യങ്ങളിൽ ചൊവ്വയുടെ ഉപരിതലത്തിലൊക്കെ ജാരോസൈറ്റ് വ്യാപകമായി കണ്ടെത്തിയിരുന്നു എന്നതാണ് പറയുന്നത്. ഇത് പുരാതന കാലത്ത് ചൊവ്വയിൽ ജലസാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിന്റെ പ്രധാന തെളിവുകൾ ഒന്നായിട്ടാണ് ശാസ്ത്രജ്ഞര് മനസ്സിലാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലെ ഈ കണ്ടെത്തൽ ആ പ്രദേശത്ത് പണ്ട് ശുദ്ധജലം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലേക്ക് ശാസ്ത്രലോകത്തെ എത്തിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ കണ്ടെത്തലിന്റെ ഒരു പശ്ചാത്തലത്തില് ISROയുടെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഉണ്ട്. ഈ മാതാ നോമദ് എന്ന് പറയുന്ന ആ പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തെ മാർസ് അനലോഗ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതായത് ചൊവ്വയിലെ സാഹചര്യങ്ങളോട് സാമ്യമുള്ള ഒരു ഇടമായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഭാവിയിൽ മാൻഡ് മിഷൻ ടു മാർസ് പോലുള്ള ദൗത്യങ്ങൾക്കായിട്ട് മനുഷ്യരെയും ഉപകരണങ്ങളെയും ഒക്കെ ഒരുക്കുന്നതിന് ഉള്ള പരീക്ഷണങ്ങളൊക്കെ ഇവിടെ നടത്താനാണ് അവരുടെ പദ്ധതി. ഇത് ചൊവ്വയിലേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ നടത്താനൊക്കെ കഴിയും. ഇവിടെ ഒരു പരീക്ഷണമൊക്കെ നടത്തി അതുമായി എന്തെല്ലാം പോരായ്മകളുണ്ട് എന്നൊക്കെ ഇവർക്ക് പഠിച്ച് മനസ്സിലാക്കി പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന ചൊവ്വ ദൗത്യത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ വലിയൊരു കാര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഗുജറാത്തിലെ കച്ച് മേഖലയിലെ ഭുജ് പട്ടണത്തിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ പടിഞ്ഞാറായി കിടക്കുന്ന പ്രദേശമാണ് ഈ മാതാ നോംദ് എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശമാണ് ഇസ്രോ ഇപ്പോൾ പരീക്ഷണത്തിനായി പരിഗണിക്കുന്ന പ്രദേശമായിട്ട് മാറിയിരിക്കുന്നത്. കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള എന്താ പറയാ, വളരെ കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന റാൻ ഓഫ് കച്ച് ഉപ്പ് മരുഭൂമിയും ഉപ്പ് നിറഞ്ഞ ചതുപ്പ് പാടവും ഈ പറയുന്ന കച്ച് മേഖലയിലാണ് എന്നുള്ളതാണ്. മാതാ നോമഡിലെ താമസക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊന്നും സാധ്യമല്ല എന്ന് പറയുന്നു. മുള്ളു നിറഞ്ഞിട്ടുള്ള കുറ്റിച്ചെടികൾ നിറഞ്ഞിട്ടുള്ള വൻതോതിൽ ജനവാസത്തിനോ കൃഷിക്കോ യോജ്യമല്ലാത്ത ഭൂപ്രകൃതിയാണ് ഈ പ്രദേശം എന്നാണ് പറയുന്നത്. ഇപ്പോ ഈ പ്രദേശം ചൊവ്വ ദൗത്യ പരീക്ഷണങ്ങൾക്ക് അനുയോജ്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വഴി അവിടെ പല മാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാ നോമത്തിൽ നിന്ന്
2016 കിട്ടിയിട്ടുള്ള ജാരോസൈറ്റ് ഖനിജം അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിലെ അടക്കം 3 സ്ഥാപനങ്ങളിലെ ഗവേഷകർ പരിശോധിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം 55 ദശലക്ഷം വർഷം വരുമെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ വർക്കലയിൽ നിന്നുകൂടി ഇത് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ജനങ്ങൾ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഇടമായതുകൊണ്ട് വർക്കല ബീച്ചിന് അടുത്തുള്ള ഈ പ്രദേശത്തേക്കാൾ ഉചിതം ജനവാസ യോഗ്യമല്ലാതിരിക്കുന്ന കച്ച് മേഖലയിലെ ഈ പ്രദേശമാണ് എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. ജാരോസൈറ്റ് പേലിയോസീൻ ഘട്ടത്തിൽ നിന്നുള്ളതാണ് ഇത് എന്നുള്ളതാണ് കണ്ടെത്തൽ. മഞ്ഞ നിറത്തിലുള്ള ധാരാളമായിട്ട് ഇരുമ്പുള്ള സൾഫേറ്റ് മിനറലാണ് ഈ ജാരോസൈറ്റ് എന്ന് പറയുന്നത്. ഇത് ചൊവ്വയിൽ നിന്ന് ഏതാനും പതിറ്റാണ്ട് മുമ്പേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജാരോസൈറ്റിൽ നടത്തിയിട്ടുള്ള കാർബൺ ഡേറ്റിംഗ് പഠനമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ചൊവ്വയിലും ഭൂമിയിലും ഏകദേശം 55 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കച്ച് ഗ്രാമത്തിലെ പാരിസ്ഥിതിക രാസസ്ഥിതി ചൊവ്വയിലേതിന് സമാനമായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് ഇത് ശാസ്ത്രജ്ഞരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ചെമ്പൻ ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചൊവ്വയിൽ ആരംഭിക്കാനിരിക്കുന്ന പഠനങ്ങളുടെ പ്രാരംഭഘട്ടം തുടങ്ങാനുള്ള ഉചിതമായിട്ടുള്ള സ്ഥലം ഇത് തന്നെയായിരിക്കാം എന്നുള്ളത് ഇതുകൊണ്ടാണ് ഈ ശാസ്ത്രലോകം ആ ഒരു പ്രദേശത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ പ്രതലത്തിലുള്ള മിനറലുകൾ, ബയോകെമിസ്ട്രി തുടങ്ങിയവയൊക്കെ പഠന വിധേയമാക്കി തുടങ്ങാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഇടം ഇതാണ് എന്നാണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ പറയുന്ന വർക്കലയിൽ കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ, വർക്കലയിൽ മാത്രമല്ല ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ലഡാക്കിലെ ആളൊഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമായുള്ള സോക്കർ വാലിയും ഇതിനായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 4500 മീറ്റർ ഉയരെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഓക്സിജനും വായുവിന്റെ മർദ്ദവും നേർത്ത രീതിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 0 ഡിഗ്രി താഴെയാണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത്. ചൊവ്വയുടെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇവിടവും ഏറ്റെടുക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടുതൽ ഉചിതം എന്നാൽ കച്ച് ഗ്രാമമാണ്, ആ പറയുന്ന ഗ്രാമമാണ് എന്നാണ് ശാസ്ത്രജ്ഞരൊക്കെ പറയുന്നത്. ജാരോസൈറ്റ് നിക്ഷേപം മെക്സിക്കോ, കാനഡ, ജപ്പാൻ, അമേരിക്കയിലെ യൂട്ട തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലുമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ജാരോസൈറ്റ് ചൊവ്വയിൽ കണ്ടെത്തിയതാണ്. അവിടെയും ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടായേക്കാം എന്ന് ഗവേഷകരെ ചിന്തിപ്പിക്കാൻ കാരണം. നാസയുടെ ഓപ്പർച്യൂണിറ്റി ദൗത്യമാണ് ജാരോസൈറ്റ് നിക്ഷേപം, അതായത് 2004 നടത്തിയ ദൗത്യമാണിത്. ആ ദൗത്യമാണ് ജാരോസൈറ്റ് നിക്ഷേപം ചൊവ്വയിൽ കണ്ടെത്താൻ ഇടയാക്കിയത്. ഇരു ഗ്രഹങ്ങളും തമ്മിലുള്ള പറയുന്ന ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിന് ഒരു തെളിവായിട്ട് ഇത് കാണുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന മാതാ നോമട്ടിനെ മനുഷ്യ കയ്യേറ്റങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള നീക്കങ്ങളിലാണ് ഈ പറയുന്ന കേന്ദ്രവും ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രാലയവും ഇസ്രോയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശ്വപ്രപഞ്ചത്തിലെ ഒരു ഗ്രഹം എന്ന നിലയിൽ ഭൂമിയുടെ പൈതൃകത്തെക്കുറിച്ചുള്ള ധാരാളം സൂചനകളുള്ള പ്രദേശമാണ് ഇത് എന്നാണ് പറയുന്നത്. മംഗൾയാൻ 2 നമ്മൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. അപ്പൊ അതിന് മുൻപായിട്ട് ഇവിടെ ഇത്തരത്തിലുള്ളൊരു ചെറിയൊരു പ്രദേശം സൃഷ്ടിച്ച് അവിടെ ശാസ്ത്രലോക നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ ആ ഒരു ദൗത്യം മംഗൾയാൻ 2 നടത്താൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.